ഹായ്, എസ് പി ഉള്ളതാണ്. ഇ ഡിയുടെ റിയാസ് കഥകൾ കേട്ട് കോരിത്തരിച്ചിരിക്കുന്നവരെ ഓർമ്മിപ്പിക്കാൻ ഒന്ന് രണ്ട് പേരുകൾ കൂടിയുണ്ട്. കാര്യം, ഇ ഡി ഇപ്പോൾ പുറത്തേക്ക് വിടുന്ന കഥകൾ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യുമ്പോൾ ഇന്നലകളിൽ ഇതേ മാധ്യമങ്ങളിലൂടെ കുരുക്കുമുറുക്കിയ ഒന്ന് രണ്ട് പേരുകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ചില മുഖങ്ങൾ, അതും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട. നിങ്ങൾക്ക് വ്യവസായ മന്ത്രിയായിട്ടുള്ള AC മൊയ്തീൻ ഓർമ്മയുണ്ടോ? ഇ ഡി മാധ്യമങ്ങളിലൂടെ കുറേ കുരുക്കുമുറുക്കി. ആ കുരുക്കുമുറുക്കിയിട്ട് ഇന്നെന്താണ് AC മൊയ്തീൻ്റെ അവസ്ഥ? സമൂഹത്തിൻ്റെ മുന്നിൽ വേട്ടയാടുക, അധിക്ഷേപിക്കുക, അവർ മാന്യമായി നടത്തിയിരുന്ന രാഷ്ട്രീയത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ ശക്തമായ ശബ്ദമാവുകയാണെങ്കിൽ അതിന് മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടയാടലിൻ്റെ ഒരു ഇരയായിരുന്നു AC മൊയ്തീൻ. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കേസിൽ ജയിലിലിടുകയോ ശിക്ഷിക്കുകയോ ചെയ്തോ? പക്ഷേ ഇല്ല. വലിയ മാധ്യമ വിചാരണ ഇ ഡി കുരുക്കുമുറുക്കി നമ്മുടെ മനോരമയിലൂടെയും മാതൃഭൂമിയിലൂടെയും മീഡിയ വണ്ണിലൂടെയൊക്കെ നിർവഹിച്ചു. പിന്നീട് KT ജലീൽ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് സ്വപ്നപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ സംഘികൾ ചേർന്ന് നടത്തിയ ഒരു സ്വർണ്ണക്കടത്ത് കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് അതിന് പൊടുന്നനെ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു അന്നത്തെ ഈ ഇതിൻ്റെ ചുമതല ഉണ്ടായിരുന്നു, അതായത് ന്യൂനപക്ഷ വകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ UAE കോൺസുലേറ്റ് ബന്ധപ്പെട്ടു എന്ന പേരിൽ എന്തെല്ലാം കഥകളുണ്ടാക്കി, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടി. ഇന്നിപ്പോൾ എന്താണ്? KT ജലീലിനെ ശിക്ഷിച്ചു. പക്ഷേ അന്ന് വേട്ടയാടി. അദ്ദേഹം ഈന്തപ്പഴത്തിൻ്റെ കുരു, അതായത് മുസ്ലിങ്ങളുടെ പവിത്രമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ഈന്തപ്പഴം, അതിൻ്റെ കുരു സ്വർണ്ണമായിരുന്നു. അവരുടെ ഈ പറയുന്ന മതവുമായി ബന്ധപ്പെട്ട പുസ്തകം, അല്ലെങ്കിൽ അവരുടെ ഹോളി ബുക്ക്, ആ സാധനമായിട്ടുള്ള ഖുറാനകത്ത് സ്വർണം കടത്തി എന്ന് പ്രചരിപ്പിച്ചു. ലീഗുകാർ ഏറ്റുപാടി. ആ രീതിയിൽ ഈ നാട്ടിൽ മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട എല്ലാം സ്വർണ്ണക്കടത്തിനാണ് എന്നൊരു തോന്നലുണ്ടാക്കാൻ മാധ്യമ ചർച്ചകളിലൂടെ അവസരമുണ്ടാക്കിയ സാഹചര്യം. ഇന്നിപ്പോൾ KT ജലീലിനെ ശിക്ഷിച്ചിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. തോമസ് ഐസക് എന്ന മറ്റൊരു വ്യക്തിയെ, പഴയ ധനമന്ത്രിയായിരുന്നു, അദ്ദേഹത്തെ ഇതുപോലെ വിളിച്ചു വരുത്തി. ഏത്? കിഫ്ബിയുടെ പേര് തൂക്കിക്കൊന്നു. മാധ്യമങ്ങൾ കുരുക്കുമുറുക്കിയതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് റിയാസിലേക്ക് വന്നെത്തിയിരിക്കുമ്പോൾ വീണ വിജയൻ ഡയറി കുറിപ്പ് എഴുതിയെന്ന് പറഞ്ഞാൽ സേതുരാമ അയ്യരുടെ സിനിമകളുടെ കാലഘട്ടത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇ ഡിയിലുള്ളത്. അതുകൊണ്ടാണല്ലോ ഡയറി കുറിപ്പ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വീണയെപ്പോലുള്ളവർ ഡയറി എഴുതി സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഡയറിയുടെ ഒരു 2 പേജെങ്കിലും മനോരമയ്ക്ക് പുറത്തുവിടാൻ പറ്റുമോ? ഇല്ല. മനോരമയ്ക്ക് പൈസ കൊടുത്താൽ എന്തും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ നിറം പിടിപ്പിച്ച കഥകൾ, അത് പ്രത്യേകിച്ച് സംഘികൾക്കിടയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാകാൻ ഒരു മുസ്ലിം മതവിഭാഗക്കാർ അതിനിടയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ മസാല, അല്ലെങ്കിൽ അവർ ഫണ്ട് കടത്തുന്നവരാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഫണ്ട് അന്വേഷിക്കാൻ പോവുകയാണ്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പ് നടത്തിയിരിക്കുന്ന ആരാണ്? BJP നടത്തിയിരിക്കുന്നു എന്ന് വാർത്തകൾ വന്നിട്ടും ആ വഴി സഞ്ചരിക്കാത്ത ഇ ഡി ഇപ്പോൾ ഈ വഴിക്ക് വന്നിട്ട് വീണയുടെ ഡയറി കിട്ടി എന്ന പേരിൽ കേരളത്തിലെ സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്ന വികാരത്തെ മറികടക്കാൻ വേണ്ടി മാധ്യമങ്ങൾ, ഈ അടുത്ത ദിവസം ആൻഡ്രൂ അഗസ്റ്റിൻ എന്ന റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്കെതിരെ ഇവരെല്ലാം ഒരേപോലെ കേന്ദ്രന്മാർ ചെയ്ത, അല്ലെങ്കിൽ മെറ്റയെ കൊണ്ട് ചെയ്യിച്ച പ്രവർത്തനത്തിന് ഒരേപോലെ വാർത്തയടിപ്പിച്ച ഒരു രീതി ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ കേരളത്തിൽ മൗദൂദി ചാനൽ ഉൾപ്പെടെ നടത്തിയിരിക്കുന്ന സംഘപരിവാർ വൽക്കരണത്തിൻ്റെ ഭാഗമായി റിയാസിനെ വേട്ടയാടാനുള്ള ഈ കഥയുണ്ടല്ലോ, അത് കുരുക്കുമുറുക്കിയ പഴയ ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു? AC മൊയ്തീനെ ശിക്ഷിച്ചോ? KT ജലീലിനെ ശിക്ഷിച്ചോ? തോമസ് ഐസക്കിനെ ശിക്ഷിച്ചോ? എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി പിണറായിയെ തേടി ഇ ഡിയുടെ വണ്ടി പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ആ വണ്ടി ഇവിടെ എത്തിയില്ലേ ചോദ്യം ചെയ്യാൻ വേണ്ടി? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇ ഡി എന്നൊരു സംവിധാനത്തെ വെച്ചിട്ട് മാധ്യമങ്ങളിലൂടെ കഥയുണ്ടാക്കി ഒരു വ്യക്തിക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന വ്യക്തി, ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് വളരെയധികം ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു, വിമർശിക്കുന്നു എന്നതിൻ്റെ പേരിൽ അയാളെ നിശബ്ദനാക്കാൻ വേണ്ടി, അയാളുടെ ശബ്ദത്തിനെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇവർ ഇറക്കുന്ന ഈ തട്ടിപ്പ് കഥ എന്താണെന്ന് പൂർവ്വകാല ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇന്നലകളിൽ ഇവർ ഇറക്കിയ കഥകൾ, അല്ലെങ്കിൽ കുരുക്കുമുറുക്കലെല്ലാം എന്തായി എന്ന് ആലോചിക്കുന്നിടത്ത് ഇന്നിപ്പോൾ റിയാസിനെ കേന്ദ്രീകരിച്ചുള്ള ഈ നീക്കത്തിന് പിന്നിലെ ദുരുദ്ദേശം എന്താണെന്ന് ആർക്കും ചിന്തിക്കാവുന്നതാണ്.